ഓ ഭയങ്കര ക്ഷീണം അല്ലേ? ഇതെന്തോ ഇത് ബോള്. ഇത് കൊള്ളാമല്ലോ. ഇത് മറ്റേ ബ്ലഡ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ അല്ലേ? ഞെക്കാൻ വേണ്ടി. ഇത് കൊള്ളാം കേട്ടോ. അവനെ കണ്ടില്ലല്ലോ. അവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും. ഒന്നുമില്ല. അയ്യോ നിന്നോട് പറയാനും മറന്നുപോയി. എന്റെ പേരെന്തോടാ? പാൽപ്പൊടി വാങ്ങിക്കുന്നവര് അല്ലേ? പാൽപ്പൊടി വാങ്ങിച്ചോ തരാം. പൈസ വേണ്ടേ? ഉണ്ടോ? എന്നാ പെട്ടെന്ന് പോട്ടോ. ഇന്നിങ്ങ് വരണേ. എന്താ പറ്റി കടയിൽ പോയത്ര സന്തോഷം? എന്തോ എന്നാ ബുദ്ധി വെച്ച് കാണും അവന് കേട്ടോ. അല്ലേ പമ്പന്നവനാ, തലയും ചൊറിഞ്ഞോണ്ട് നിൽക്കുന്നവനാ. ഈ നീ എപ്പ നോക്കിയാൽ ഇതാ ഇവിടെ മനുഷ്യനെ വിശന്നിട്ട് കാശില്ല. തല കറങ്ങുന്നത്. കാശില്ല. എന്നാ പിന്നെ ഇതെങ്കിലും ചെയ്യാൻ എന്തേലും വാങ്ങിച്ചാലോ? പൈസ ഉണ്ടോ? ഇല്ലേ എന്റെ എന്നെ കേട്ടോ വിശക്കുകയും ചെയ്യുന്നു. കാശുമില്ല, വിശപ്പുവാന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാ നീ വാങ്ങിച്ചോടാ. എന്നാ നിനക്ക് വലുതാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ബിരിയാണി വാങ്ങിക്കോ. ബിരിയാണി അതല്ലേ ഉള്ളൂ. ഞാൻ മേടിച്ചടാ. നീയാ പിന്നെന്തേ നാളായിരിക്കും. കാര്യമായിട്ട് പറഞ്ഞാ ഞാനേ സ്വിഗ്ഗി പോയി ബിരിയാണി ഓർഡർ 3 ബിരിയാണി മേടിക്കാൻ പോരെ? ഞാൻ ഓർഡർ ചെയ്യാടാ. നിങ്ങളെന്താ അത്ര കാര്യമാണ്? ഇനി സ്വിഗ്ഗിക്കാരനോട് കട പറയണ്ടോ? പൈസ അടക്കുന്നുണ്ടോ ഇപ്പൊ? എടാ അമ്മാനെ കാര്യമായിട്ടാണല്ലോ. ലോട്ടറി ഇല്ല അടിച്ചവനെ. നോക്കാം. എന്താ തരയുടെ പരിപാടിയാ അത്? പറഞ്ഞപ്പോ നിങ്ങൾക്ക് വിശ്വാസമില്ല. അല്ലേ? ക്യാഷ് ഓൺ ഡെലിവറി ആണോളൂ. നിങ്ങൾ നോക്കും ബുക്ക് ചെയ്തിട്ടാണ്. കാശാരോട് കൊടുക്കും. കാശ് വരുന്ന ഞാൻ കൊടുത്തോളാം. 3 ബിരിയാണി ബുക്ക് ചെയ്തിട്ടുണ്ട്. സമാനായില്ലേ? ലാസ്റ്റ് സാധനം വരുമ്പോ ബപ്പം പേടിക്കല്ലേ? എന്താണ് സാധനം വരുമ്പോ വന്ന് കഴിക്കുമ്പോഴേ പറയണം കേട്ടോ. നാട് മൊത്തം കടവാ. ഇനി സ്വിഗ്ഗിക്കാരന് മാത്രമേ കട വരവുള്ളൂ. നീ ഓണത്തിന് വേണ്ടി പോണ്ടോ? ആര് ഞാനാ? പോണമെന്നുണ്ട്. പോയേക്കാല്ലേ? നീ പോണ്ടേ? ഞാനങ്ങ് പോകുന്നില്ലേ. ഞാൻ നീ പോകുന്നില്ലേ? അവന് ഇവിടേക്കും അല്ല തോന്നുന്നു. അവൻ വേറെ എന്തോ ലോകത്ത്. അവൻ ആ ബോൾ കിട്ടിയ പിന്നെ ഉണ്ടല്ലോ അവസ്ഥയില്ല പരിപാടി മൊത്തം. എന്തെന്നാ പരിപാടി? ഒന്നുമില്ല. ഒരു എന്താ ചെയ്യാനാ? ഇങ്ങനെ ഇവിടെ ഇരിക്കുവല്ല. ഇപ്പൊ എന്ത് ചെയ്യാ? എന്തെടാ ഒരു കുപ്പി എടുത്താലേ? കുപ്പിയോ ബിയറോ എന്തെങ്കിലും. അതെനിക്കേട്ടില്ല കേട്ടോ. നിങ്ങൾ അടിക്ക്. ഇപ്പൊ എന്റെ 5 പൈസ ഇല്ല. ആ പാടെ 10 രൂപ ഉണ്ടോ? അതിന് ബൈട്ട് പോയി ചായ കുടിക്കണം. നിന്റെ കാശുണ്ടോ? ഒരു ബിയർ വാങ്ങിക്കാനുള്ള പൈസ അല്ലേ ഉണ്ട്. 200 രൂപ. 200 രൂപ കിട്ടിയിട്ട് ഇവിടെ 3 ആൾ പഠിക്കണേനാ. ഒരു പണി, ഇവന്റെ പൈസ ഞാൻ എടുത്തോളാം. ഞങ്ങളുണ്ട്. ഞാൻ 400 ഇടാം. നീ നിന്റെ 200 വന്നാൽ മതി. എന്നാ എന്റെ കൂടി വേണ്ട പൈസ ഇല്ല. കുഴപ്പമില്ലടാ, ഞാൻ കാശ് കൊടുത്തോളാം. നിന്റെ ആശ ഞാൻ കൊടുത്തോളാം. ഒരു ബിയറിന്റെ ആശയിട്ടുണ്ടോ? ഞാൻ തരണ്ടേ? നീ തരണ്ടേ എങ്ങാതി? വേണ്ടേ? ഞാൻ എടുത്തോളാം. പൈസ കിട്ടിട്ടുണ്ടെന്നാ തോന്നുന്നു. നീ പൈസ ഇട്ടേ, ഞാൻ പോയി മേടിച്ചിട്ടുണ്ട്. തള്ളു കേട്ടോ. എടാ നിന്റെ പൈസ ഇല്ലേ? ഇവന്റെ എന്റെയും പൈസ ഞാൻ ഇട്ട്. ഞാൻ പോയി സാധനം മേടിക്കാൻ പോവാണ്. നീ പൈസ ഇട്ടോളൂല്ലേ? നീ നിന്റെ പൈസ തരണ്ട. കുഴപ്പമില്ല. ഓക്കെ. ഇല്ലടാ, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഏതോ വലുത് വരാനൊക്കെ ഉണ്ടാ. നിന്റെ സാധനമില്ല. ഞാനും വന്നാ പോയി റെഡി ആവട്ടെ. ഉറങ്ങാ അല്ല, കുറച്ച് ചില്ലറയുണ്ട്. അതിന് വഞ്ചിക്കകത്ത് കെട്ടിട്ട് കിടക്കാം. ഉറങ്ങണം. പരിപാടിയുണ്ട് ഇനി. അയ്യോ, ഇതെന്ത് പണി കാണിച്ചു വെച്ചേക്കത്? നീ വന്ന ഇതാരാ പൊട്ടിച്ചേ? പൊട്ടിച്ചോ? വഞ്ചി ആര് പൊട്ടിച്ച്? ഇതിനകത്ത് ഒരു 200 ഉണ്ടായിരുന്നു, 100 ഉണ്ടായിരുന്നു, പിന്നെ 2 10 ഇല്ല. ചില്ലറ മാത്രം. നല്ല ഇതുമാതിരി പരിപാടിയായി പോയല്ലോ ഇത്. ഇനി അവൻ ഇതെടുത്താന്ന് നമുക്ക് ഇത്ര നാളും സാധനം മേടിച്ചോണ്ടിരുന്ന ആഹാരം. എനിക്ക് ഇവന് അന്നേ സംശയം ഉണ്ടായിരുന്നു. ഒരുമാതിരി പരിപാടിയായി പോയല്ലോ. ഒരു കാര്യം ചെയ്താലോ, അവനോട് അടുത്ത ദിവസം വേറെ എന്തെങ്കിലും മേടിച്ചോണ്ട് വരാൻ പറയട്ടെ. നമുക്ക് ഈ റൂമിനകത്ത് ഫോൺ ഓണാക്കി വെക്കാം, ക്യാമറ മൊബൈൽ എടുത്ത് ഓണാക്കി വെക്കാം. ഇവന്റെ അതറിയാലോ. എന്നാ അവന്റെ അവസാനം വന്ന് വൃത്തിയുടെ പരിപാടിയാണ്. ഇങ്ങനെയാണോ അവൻ കൂട്ടുകൂടി കേട്ടൊരുമാതിരി ചെയ്യാം. ഞാൻ ക്യാമറ റെഡിയാക്കാം. ഇതുണ്ടോ എന്തോ നമ്മളെ മൊബൈല് വെച്ചതേ പിടിച്ചടാ, കളനെ പിടിച്ച്. ഇതുണ്ടോ നോക്കിയേ, കണ്ട കൊറേ പണിയെടുത്തല്ലോ വെച്ച സാധനം കടിച്ച് കണ്ടോ. പാവം കൊറേ ബുദ്ധിമുട്ടി. ഇന്നവൻ പോരട്ടെ, ഇന്നേ കേട്ടോ. അവൻ വരട്ടെ
അവന്റെ അടിച്ചു മാറ്റി ഇന്നോട് കൂടി ഇവിടുന്ന് ഇറക്കി വിടുവാ. ഒരു കാര്യം ചെയ്യ്. ഇങ്ങനെയുള്ള തന്നെ റൂമില് അവന്റെ തുണിയും പണിസാധനവും എല്ലാം എടുത്തോണ്ട് പൊക്കണം. ആ വിട്ട് പോട്ടെ. ഇങ്ങനെയുള്ളതൊന്നും ഇവിടെ വേണ്ട. പണിയായതോ തുണി എല്ലാം എടുത്തോണ്ട് പോകണം. എല്ലാം പോട്ടെ അവനെ. ഈ വഴിക്ക് വേണ്ട. ഈ ഇവിടുന്നേ പറഞ്ഞു വിട്ടാരെ അവനെ. അന്നേരം എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇവനെ. ഓ ഞാൻ വാങ്ങിച്ചോണ്ട് വരാടാ. നിങ്ങൾ തന്നെ വിഷമിക്കുന്ന പട്ടിണി കിടക്കണ്ട എന്തൊക്കെയായിരുന്നു. വരുമ്പോ ചോദിക്കാം. ആ വരട്ടെ വരുമല്ലോ അവനെ. ഇന്ന് 2 എണ്ണം അവന് കൊടുക്കാം. അവന് കൈ നൂത്തി ഞാൻ അവനിക്ക് വരട്ടെ. ഇന്ന് അവൻ്റെ ഇടപാട് എന്ത് തുറക്കുന്നു അവൻ്റെ. വരട്ടെ ബിയർ വന്നിട്ടാ പോരേട്ടോ. കഴിക്കാം. ബീറാ? ആ വന്നിട്ട് വാ. നീ ബിയർ വെച്ചിട്ട് ഇങ്ങോട്ട് വാ. ഇത് അടിച്ചിട്ട് വാ. അതൊക്കെ പിന്നെ അടിക്കാം. നീ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ വിശേഷങ്ങൾ. എവിടുന്നായിരുന്നു പൈസ? എവിടുന്നായിരുന്നു എന്റെ ബിയർ വാങ്ങിക്കാനും മറ്റേ ഇത് വാങ്ങിക്കാനും ഒക്കെ? എവിടുന്ന്? ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയില്ല. അപ്പൊ വീട്ടിൽ പോയപ്പോ വീട്ടിൽ നിന്ന് കുറച്ച് പൈസ കൊണ്ടുവന്നു. പിന്നെ എനിക്ക് ചോദിച്ചിട്ട് വായ്പ കിട്ടാനായിരുന്നു. അതും കിട്ടി. പൈസ ഉണ്ടായിരുന്നതാ എല്ലാം മേടിച്ചാ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ എന്റെ ആവശ്യം. ഉറപ്പാണോ? എന്താ ഞാൻ ഉറപ്പാന്നല്ലോ. ആ എന്തായാലുള്ള പൈസ അല്ലേ കറി നമ്മള് ഇപ്പൊ ചെലവാക്കണുണ്ടോ? ഇപ്പം ഇതാണ് കണ്ടുണ്ടോ നീ? പൊട്ടം കളിക്കല്ലേ? ഇതിനകത്ത് സാധനം എന്തി? ഇതെന്തുന്ന സാധനം? ഇത് വഞ്ചി അല്ല കുടുക്കാന്ന് പറയും. ആ ഞാൻ കണ്ടിട്ടില്ല. ഇതാരാ തുറന്നേക്കുന്നേ? ഇത് ഞാൻ ഒട്ടിച്ച് വെച്ച സാധനം തന്നെ. ഇതിനകത്ത് നോട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചില്ലറ മാത്രമുണ്ട്. എടാ ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇത് സത്യമാണോ? ആ ഉറപ്പാണല്ലോ. നിങ്ങളുടെ അടുത്ത് നോക്കാനുള്ള കാര്യമുണ്ടോ? ഇത് ഞാൻ കണ്ടിട്ട് കാണിച്ചാടാ എന്നെ. അവന്റെ വീക്കൻസ് ഇപ്പൊ ഞാൻ തീർക്കാം. അവന്റെ വീക്കൻസ് ഇത് നോക്കിയടാ. ആണോ? കണ്ണു പറഞ്ഞ നോക്കണം. അങ്ങോട്ട് കണ്ടോ? പാടുണ്ടായില്ലോ. വീണോട്ടാ. നീയേ പറ്റിപ്പോയതാ. ഒരു പച്ച നീ ഉണ്ടല്ലോ. പൈസ തരാ. ഒന്നും വേണ്ട. നീ പോ. വേണ്ട നീ ഒരു ന്യായം പറയണ്ട. ഇവിടെ വേണ്ട. എന്നാ എന്റെ കൂടെ കൊടുക്ക എത്തുന്നുണ്ട്. പോ ഒരുമാതിരി. എടാ പോടാ. പോ. ഈ പഞ്ചായത്ത് കണ്ടേക്കല്ലേ നീ ഇവിടെ? എന്താ കാണാൻ നോക്കണ? നിന്നോട് പോകാൻ പറഞ്ഞല്ലേടാ. ഇന്നാ നിന്റെ പുരാവസ്തു അവിടെ കൊണ്ടുപോകും. ആർക്കൊണ്ടിട്ടേക്കും അത്.